ഏകദേശം ഒരു 4 മാസത്തെ മെറ്റർണിറ്റി ലീവ് കഴിഞ്ഞിട്ട് ഇന്നാണ് ഞാൻ ജോയിൻ ചെയ്യാൻ പോകുന്നത്. മക്കള് വീട്ടിലുണ്ട്, ഉമ്മ ഉണ്ട്. എനിക്കിപ്പോൾ 7 മണിക്കൂർ കംപ്ലീറ്റ് ആക്കിയാൽ മതി. അത് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് എടുത്തിട്ട് വീട്ടിൽ വരാവുന്നതാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വ്ളോഗ്. ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന മോള്, വെൻഡം മോൾ എന്ന് പറയും. ഹലോ, ഞങ്ങൾ ഇങ്ങനെ വരുമ്പോ ദാ നേഹനെ കണ്ടുമുട്ടിയിരിക്കുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ ലിസ്റ്റിലേക്ക് ഞങ്ങൾ കടന്നിരിക്കുന്നു. എന്ത് ലേറ്റ് ആയി ജോസേ? നേഹയുടെ കൂടെ വന്നോണ്ട് കളിയാക്കണ്ടെന്ന് പറ. ഒരു കാലം ഞാൻ വലിയ യൂട്യൂബർ ആവും. അനീഷയുടെ പിന്നാലെ നടക്കേണ്ടി വരട്ടെ ഒരു ഫോട്ടോ വേണ്ടിട്ട്. മൈക്കിൾ എന്റെ അടുത്ത് പറഞ്ഞിട്ട് സെൽഫി തരുന്നു. ഞാൻ പറഞ്ഞു വേണമെങ്കിൽ ഇപ്പൊ തന്നെ എടുത്ത് വെച്ചോ, കുറച്ച് കഴിഞ്ഞാൽ ബിസി ആവുന്നു. അങ്ങനെ ഞങ്ങളുടെ ഓഫീസിലേക്ക് കടന്നിരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ ഓഫീസ്. ഓക്കെ, ഇത് പാൻട്രി. ഇതാണ് ഞങ്ങളുടെ ഓഫീസ്. അവിടെ ആരൊക്കെ ഇരിക്കുന്നുണ്ട്, പോയി നോക്കട്ടെ. ചടച്ചടേ How are you guys? ഇതാ ഇവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. ഇതാണ് ജെആർ, റെജി. അത് ജെആർ. ഹലോ. ഓക്കെ, റെജി. ഹായ്. ജെലോ. പങ്കജ്. അതിനെ നമ്മൾ ഓൾറെഡി കണ്ടു താഴെ. മോ. ഹലോ. മോ. Actually, I don't know his name. It's very difficult to pronounce. That's why I called Mo. Nice name, Mo. Abdel or Mo. Mo. What is Mama Mo? Mama Mo. Your mother. Your mother. Jello, introduce yourself. That's when he was 40 years old. Naka-camera ka. Jello. Very wrong. Very haram. Aha. Dito, like this, huh? On his 60s, that's his Jello, introduce yourself. Maybe you will get a good boyfriend. I need money. ഞങ്ങൾ എന്റർടൈൻമെന്റ് ആയതുകൊണ്ട് എപ്പോഴും ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരിക്കും. വല്ലാത്ത എന്റർടൈൻമെന്റ് ആണ് ഇവിടെ. ഇവിടെ മാത്രമുള്ളൂ മലയാളി. അവന് അൾജീരിയ, ബാക്കി 3 ഫിലിപ്പീൻസ്. Only one piece Nepali here. ഓക്കെ. കുറച്ചുകൂടി കഴിഞ്ഞ് ഞാൻ പ്രസവിച്ചേനെ ഇവിടെ ഇരുന്നിട്ട്. അയ്യോ, പ്രസവിക്കല്ലേ പ്ലീസ്. നിങ്ങളെ വയറുമായി ഇതായിരിക്കുന്നു. Allah, don't say that. Halas. ഇതാണ് ഞങ്ങളുടെ ഓഫീസ്. ബാക്കി എല്ലാവരും താഴെ ഷോ നടക്കുന്നുണ്ട്, അങ്ങോട്ടേക്ക് പോയി. കാണാൻ വലിയ ലുക്കില്ല എന്നുള്ളൂ, ഇതിൻ്റെ ഉള്ളിൽ ഇല്ലാത്ത സാധനങ്ങളില്ല. ഇവിടുന്നാണ് ഞങ്ങളുടെ ഡിസൈനിങ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അതിനുള്ളിൽ നിറയെ ക്ലോത്തുകളാണ്. ഇതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുള്ള കോസ്റ്റ്യൂംസാണ്. ഇവിടുത്തെ ഡാൻസേഴ്സ് ക്യാരക്ടേഴ്സിനൊക്കെ ചെയ്തിട്ടുള്ള കോസ്റ്റ്യൂംസാണ് ഇത്. ഇപ്പൊ ഇത് എന്റെ ബ്രേക്കാണ്, അതുകൊണ്ട് ബിരിയാണി ഉണ്ട്. മുമ്പ് ബിരിയാണി ഒക്കെ തന്നിട്ട് അപ്പൊ അത് കഴിക്കാൻ ഞങ്ങൾ ഒരുമിച്ച് കഴിക്കുന്നു. 14 ഇതാണ് പേര് പറഞ്ഞോ. എന്റെ പേരറിയില്ല. നൗഷാദ്, ഇർഷാദ്, ജോസ്ലാൽ. അപ്പൊ ഞാനിതാ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇതാ അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ ഭക്ഷണം കഴിക്കാണ്.
ആരുണ്ടാക്കിയ? ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയത്. എന്താ ഫുഡ്? എന്താ? ഇത് മിക്സ്ഡ് വെജിറ്റബിൾസ്. വെജിറ്റബിൾ വിത്ത് സോസേജ്. ഓക്കെ. സെയിം ഫുഡ് തിന്നാൻ പറ്റില്ല. തിന്നാൻ പറ്റൂ. ഇവനിക്ക് പെണ്ണ് നോക്കുന്നുണ്ട്. നല്ല കുട്ടികളുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ അങ്ങനെ പറയുന്നത് ഞാൻ പറഞ്ഞാല് ഓക്കെ, ഞാൻ മെൻഷൻ ചെയ്യാം. അതില് ഹായ് പറഞ്ഞ പോരെ? ഓക്കെ, ഹായ് മതി. നിനക്ക് വേണ്ടേ? അവനക്ക് വേണോ? അവനക്ക് വേണോ? അവനക്ക് വേണോ? ഇമ്പോർട്ടന്റ് അത്. ഓക്കെ. എവിടെ? കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം? എന്റെ സൈഡാ? ഓക്കെ, സെറ്റ്. ഇവൻക്കും ഉണ്ടെങ്കിൽ ഉണ്ട്, കുറച്ച് ചെറുതായിട്ട് ഇല്ല. ഓക്കെ. ഇതാണ് ആശിഷ് വിദ്യാർത്ഥി. ID number പിന്നെ മുടി നരച്ചതൊന്നും നോക്കണ്ട, അവന് ചെറുപ്പാ. എത്ര വയസ്സുണ്ട്? 30 വയസ്സേ ഉള്ളൂ. മുടി നരച്ചതൊന്നും നോക്കണ്ട. ഒരു മിനിറ്റ്, ഞാൻ വലിയ കോഴിക്കോട് എനിക്ക് പെണ്ണാലോചിക്കണേ. അതെ, അത് പറ്റൂല, അത് പറ്റത്തില്ല. അങ്ങനെയല്ല ഇപ്പത്തെ ഇവന്റെ അവസ്ഥ എന്ന് പറയുന്ന ഒന്നിനെ കിട്ടിയ അപ്പ കിട്ടും, അതാണ് അവസ്ഥ. ആണ്. ഞാൻ കഴിച്ചു, ഞാൻ പോവാണേ. ഓക്കെ, ബൈ ബൈ. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ബ്രേക്ക് ഇല്ല. ഞാൻ പെട്ടെന്ന് പോയിട്ട് ഒരു 5 to 10 minutes എടുത്തിട്ട് പോയിട്ട് ഭക്ഷണം കഴിച്ച് വരുന്നതാണ്. എൻ്റെ ബ്രേക്ക് ഞാൻ എൻ്റെ ഏർലി ഔട്ടാക്കിയിട്ട് എടുക്കും. അതായത് എനിക്കിപ്പോൾ ടോട്ടൽ ഞങ്ങൾക്ക് ഹവേഴ്സ് എന്ന് പറയുന്നത് 9 hours ആണ്. ഇപ്പോൾ ഞാൻ 7 hours കംപ്ലീറ്റ് ആക്കിയാൽ മതി ബ്രേക്ക് ഇല്ലാതെ. അപ്പോൾ 7 hours കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ പോകാം. പക്ഷേ ഫുഡ് കഴിക്കാനൊക്കെ ഇവിടുന്ന് ഞങ്ങൾ സമ്മതിക്കും, കുഴപ്പമൊന്നുമില്ല. ഒരു 15 minutes ഒക്കെ ഞങ്ങളെ ബോസ് സമ്മതിക്കും, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഖത്തറിലുള്ള പ്ലേസ് വെൻഡം എന്ന് പറഞ്ഞിട്ടുള്ള മോളിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഒരു ഈ മോളിൽ തന്നെ ട്രോക്കഡേറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തീം പാർക്ക് ഉണ്ട്. ആ തീം പാർക്കിലാണ് ഞങ്ങളെല്ലാവരും വർക്ക് ചെയ്യുന്നത്. അവിടെ ഫാഷൻ ഡിസൈനർ അതുപോലെ തന്നെ ക്രിയേറ്റീവ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുക. ക്രിയേറ്റീവ് ടീച്ചർ എന്ന് പറഞ്ഞാൽ ഈ പാർക്കിൽ വരുന്ന കുട്ടികൾക്ക് ആക്ടിവിറ്റീസൊക്കെ കണ്ടക്ട് ചെയ്യുന്നതാണ് ഞങ്ങളുടെ ഡ്യൂട്ടി. പിന്നെ ഫാഷൻ ഡിസൈനിങ്, ഫാഷൻ ഡിസൈനിങ് എല്ലാവർക്കും അറിയാമല്ലോ. ഫാഷൻ ഡിസൈനിങ്, പാർക്കിൽ ഇറങ്ങുന്ന ക്യാരക്ടേഴ്സിനൊക്കെ കോസ്റ്റ്യൂംസൊക്കെ ചെയ്യുന്നതാണ് നമ്മുടെ ഡ്യൂട്ടി. അപ്പം ഞാനിനി താഴെയുള്ള പാർക്ക് കാണിച്ചുതരാം. ഒരുപാട് റൈഡുകളുണ്ട് അവിടെ, കാർട്ടിംഗ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഒരു ദിവസം ചെയ്ത് ഞാൻ വീഡിയോ ആക്കിയിട്ട് കാണിക്കാം. അങ്ങനെ ഞാനിത് ആ പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അങ്ങനെ എല്ലാവർക്കും കയറാനൊന്നും കഴിയില്ല. എനിക്ക് ഞങ്ങളെ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ കയറാൻ കഴിയുള്ളൂ. ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന പാർക്ക്. ദേഹം അവിടെ ഇരിക്കുന്നുണ്ട്, ഭയങ്കര ബിസിയാന്ന് തോന്നുന്നത്. ഹബീബ്തി, വാട്ട് ആർ യു ഡൂയിങ്? പിള്ളേർ പഠിപ്പിക്കുന്നു. Hi, I'm Roxy and I'm one of the paid teachers in Madeira. ഇതാണ് കാറ്റ്. ഞങ്ങൾക്കൊക്കെ ഇവിടെ എപ്പോഴും ചെയ്യാം, എപ്പോഴും ഇല്ല, എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് വേണം തോന്നിയാൽ നമുക്ക് വന്നിട്ട് ചെയ്യാം. ഞാൻ കുറേ മുന്നേ ചെയ്തതാണ്, പ്രഗ്നൻ്റ് ഒക്കെ ആവുന്നതിൻ്റെ മുന്നേ ചെയ്തതാണ്. ഇനി ഒരു വട്ടം ചെയ്യണം, അത് ഞാൻ വീഡിയോ ആക്കിയിട്ട് ഇടുന്നുണ്ട്. വീട്ടിൽ നിന്നൊക്കെ ഇടയ്ക്ക് വരാറുണ്ട് ബൗളിങ് കളിക്കാൻ. ഇൻഷാല്ല ഒരു വട്ടം ഞാനിനി ബൗളിങ് കളിക്കുന്നത് വീഡിയോ ആക്കിയിട്ടിടാണ്. ലേസർ ടാഗ് ഉണ്ട് ഇവിടെ, അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല, റെസ്ട്രിക്റ്റഡ് ആണ്. അങ്ങനെ ഇതാ എൻ്റെ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞിതാ വീട്ടിലേക്ക് പോവാണ്. താഴെ വന്നിട്ടുണ്ടല്ലോ, എന്നതാ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പം ഞാനിനി വീട്ടിലേക്ക് പോട്ടെ. അങ്ങനെ ഇതാ ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്ക് രണ്ടുപേരും കുളിയൊക്കെ കഴിഞ്ഞ് പാലൊക്കെ കുടിച്ചിതാ ഉറങ്ങാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ പറ, ബൈ ബൈ പറ, ബൈ ബൈ, ബൈ ബൈ.